ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും കൂടാതെ ഏറ്റവും പുതിയ OTT ലിസ്റ്റ് നടക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണ് നമ്മളത്തെ വലിയ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ നമ്മളെല്ലാവരും കാത്തിരുന്ന സിനിമ എന്നാണ്. ആസിഫ് അലി ബിജുമേനോൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങി ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമ ബാധിതമായ സിനിമയായിരുന്നു തലവൻ എന്ന സിനിമയുടെ പേരാണ്. സിനിമ സോണി വഴി മൾട്ടി ഓഡിയോയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണുന്നത് എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. തിയേറ്ററിൽ ഒരു ഹെവി റെസ്പോൺസ് ലഭിച്ച സിനിമ തന്നെയായിരുന്നു തലവൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. ഒരു കോമഡി ഡ്രാമ ബാധിതമായ സിനിമയാണ്. തിയേറ്ററിൽ ഒരു ആവറേജ് അനുഭവം നേരിട്ട സിനിമയായിരുന്നു. വിശേഷം എന്നാണ് സിനിമയുടെ പേര്. സിനിമ ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്ത് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണുന്നത് എക്സ്പ്ലെയിൻ നോക്കുന്നത്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്ത് നടക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ നമ്മുടെ ബേസിൽ ജോസഫ് നായകനായെത്തി ഒരു കോമഡി ഡ്രാമ ബാധിക്കപ്പെട്ട സിനിമയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. നുണക്കുഴി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിയ സിനിമ. C5 വഴി OTT റിലീസ് ചെയ്യുന്ന C5 OTT അവകാശമായ സിനിമ സെപ്റ്റംബർ മാസം 13 C5 വഴി തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് OTT റിലീസ് ചെയ്ത് നടക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. അടുത്തൊരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ ബാധിക്കപ്പെടുന്ന ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. വാഴ എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ഔട്ട്ലെറ്റ് സ്വന്തമാക്കിയ ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈം വഴി സിനിമ എന്ന് റിലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോട് കൂടി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. അടുത്തൊരു തെലുങ്ക് സിനിമയാണ്. നമ്മുടെ രവിതേജ പ്രധാനപ്പെടുത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ബാധിക്കപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ വൻ പരാജയപ്പെട്ട പോയ സിനിമയായിരുന്നു. മിസ്റ്റർ ബച്ചൻ എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശമായ സിനിമ സെപ്റ്റംബർ മാസം 12 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് OTT റിലീസ് ചെയ്യാൻ നടക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. അടുത്തൊരു തമിഴ് സിനിമയാണ്. ആയി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ ബാധിക്കപ്പെട്ട സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT സ്വന്തമാക്കി. നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ എന്ന് റിലീസ് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം 12 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യാൻ നടക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. അടുത്തൊരു ഹൊറർ ഡ്രാമ ബാധിക്കപ്പെട്ട സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു ഗംഭീര വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ശ്രീ യൂണിവേഴ്സിൻ്റെ സിനിമയായിരുന്നു. ശ്രീ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈം OTT അവകാശമായ സിനിമ സെപ്റ്റംബർ മാസം 27 ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യാൻ നടക്കുകയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു സീരീസാണ്. ഒരു മലയാളം സീരീസാണ്. നമ്മുടെ ഷൈജു കുറുപ്പ് നായകനായെത്തിയ ഒരു കോമഡി പൊളിറ്റിക്കൽ ത്രില്ലർ ബാത്റൂമുള്ള സീരീസാണ്. ജയ് മഹേന്ദ്രൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സീരീസിൻ്റെ OTT സ്വന്തമാക്കിയത് സോണി ലിവാണ്. സോണി ലിവ് OTT അവകാശമായ സീരീസ് ഒക്ടോബർ മാസം 11 മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാൻ. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സീരീസിന് വേണ്ടി. ഈ സീരീസ് നേരത്തെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച സീരീസായിരുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമയാണ് നോക്കാം. അടുത്ത നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായെത്തി തിയേറ്ററിൽ ഒരു വൻ പരാജയം ഏറ്റുവാങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ബാധിക്കപ്പെട്ട സിനിമയായിരുന്നു. ഇടിയൻ ചന്തു എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമാക്കിയ ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈം OTT അവകാശമായ സിനിമ എന്ന് റിലീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ സെപ്റ്റംബർ മാസം 14 ആമസോൺ പ്രൈം വഴി സർപ്രൈസ് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ചിലപ്പോൾ ഈ സിനിമ ഓണം സ്പെഷ്യലായിട്ട് സർപ്രൈസ് റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ കീർത്തി സുരേഷ് പ്രധാനപ്പെടുത്തിയ ഒരു കോമഡി ഡ്രാമ ബാധിക്കപ്പെട്ട സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു ആവറേജ് വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. രഘു താത്ത എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമായി C5 ആണ്. C5 OTT അവകാശമായ സിനിമ എന്ന് റിലീസ് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം 13 തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് OTT റിലീസ് ചെയ്യാൻ നടക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. അടുത്തൊരു സീരീസാണ്. ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഒരു റൊമാൻസ് ബാധിക്കപ്പെടുന്ന സീരീസാണ്. ബെഞ്ച് ലൈഫ് എന്നാണ് സീരീസിൻ്റെ പേര്. സീരീസിൻ്റെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവാണ്. സോണി ലിവ് OTT അവകാശമായ സീരീസ് സെപ്റ്റംബർ മാസം 12 സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് സീരീസിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ നടക്കുന്ന സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് സെപ്റ്റംബർ മാസം 10 ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത സിനിമകളും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ നടക്കുന്ന സിനിമകളും സീരീസുകൾ ഏതൊക്കെയാണ് നമ്മളത്തെ വലിയ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ 2 സിനിമകളുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പാലും പഴവും അതുപോലെ തന്നെ ദ ഹണ്ട് എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോസ് കാണാത്തവരുണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണുന്നവർക്ക് ബൈ.